നമസ്കാരം. കർണാടകത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സംബന്ധിച്ച് ഒരു വിശകലനം നടത്തുമ്പോൾ തമിഴ്നാട്ടിലും കോൺഗ്രസിനുള്ളിൽ അസ്വസ്ഥത പുകയുകയാണ് എന്ന് ഞാൻ പരാമർശിച്ചിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവായി ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഈ കഴിഞ്ഞ ദിവസം തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ ജോസഫ് വിജയ് ഡൽഹി സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡൽഹി സന്ദർശനത്തിൻ്റെ പ്രധാന ഉദ്ദേശം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ ഔദ്യോഗികമായി സന്ദർശിക്കുക എന്നുള്ളതായിരുന്നു. ആ സന്ദർശനം പൂർത്തിയാക്കിയ ശ്രീ ജോസഫ് വിജയ് തമിഴ്നാട്ടിൽ ആകെ നിന്ന് ഉള്ള ചില സമ്മാനങ്ങൾ മോദിക്ക് നൽകുകയും ഈ സാൽവ പുതയ്ക്കുക എന്ന് പറയും, ഒരു ഷോള് പുതപ്പിക്കുന്ന പരിപാടിയുണ്ടല്ലോ, അതെല്ലാം ചെയ്ത് ഒരു 10-15 നിമിഷങ്ങൾ നരേന്ദ്രമോദിയുമായി സംവദിച്ച ശേഷം പുറത്തിറങ്ങി ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായൊരു കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചു. അമിത്ഷായുടെ ഓഫീസ് അത് നൽകിയില്ല. അതിനുശേഷം അദ്ദേഹം ഡൽഹിയിൽ നിന്നും മടങ്ങി. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ഇതിലെന്താണ് ഇത്ര പറയാനിരിക്കുന്നത്? ഒരു മുഖ്യമന്ത്രി അധികാരമേറ്റാൽ ഒരു മര്യാദയുടെ പുറത്ത് പ്രധാനമന്ത്രിയെ സന്ദർശിക്കുക എന്നുള്ളത് സ്വാഭാവികമായ കാര്യമല്ലേ? ആഭ്യന്തരമന്ത്രിയോട് കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം ചോദിച്ചു. ഒരുപക്ഷെ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെയാണെന്ന് വെച്ചോളൂ. അദ്ദേഹം ആ കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചില്ല. വിജയ് മടങ്ങി. ശരി, വിജയുടെ മന്ത്രിസഭ എന്ന് പറയുന്നത്, ശ്രീ ജോസഫ് വിജയുടെ മന്ത്രിസഭ എന്ന് പറയുന്ന ഒരു ന്യൂനപക്ഷ മന്ത്രിസഭയാണ്, കൂട്ടുകക്ഷി മന്ത്രിസഭയാണ്. അതിലെ പ്രധാന സഖ്യകക്ഷി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. 5 MLA-മാരുടെ പിന്തുണ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വിജയുടെ തമിഴക വെട്രിക്കഴക മന്ത്രിസഭയ്ക്കുണ്ട്. കോൺഗ്രസ്സിലെ MLA-മാർ ഒരാൾ മന്ത്രിയുമാണ്, ഒരല്ല 2 പേർ വിജയുടെ മന്ത്രിസഭയിൽ മന്ത്രിയുമാണ്. എണ്ണത്തിൽ ചിലപ്പോൾ അല്പസ്വല്പം മാറ്റമുണ്ടായിരിക്കും. ഓർമ്മ ശരിയാണെങ്കിൽ 2 പേരാണ്, അല്ലെങ്കിൽ ഒരാൾ. എന്തായാലും മന്ത്രിസഭയിൽ അവർക്ക് പങ്കാളിത്തമുണ്ട്. അത്തരത്തിലുള്ളൊരു സാഹചര്യം നിലവിലിരിക്കെ കോൺഗ്രസിൻ്റെ പരമോന്നത നേതാക്കളായ വ്യാജഗാന്ധി കുടുംബത്തിലെ ഒരു വ്യക്തിയെപ്പോലും ഡൽഹി സന്ദർശിച്ച വിജയ് കാണുവാൻ കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല, അവരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം പോലും ചോദിച്ചിട്ടില്ല. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കാണാതെ വിജയ് ഡൽഹിയിൽ നിന്ന് മടങ്ങി എന്നുള്ളതാണ് തമിഴ്നാട്ടിലെ കോൺഗ്രസിനുള്ളിൽ അസ്വാരസ്യങ്ങൾ പുകയുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചന. ഡൽഹിയിൽ വ്യാജഗാന്ധി കുടുംബത്തിനെ വിജയ് സന്ദർശിക്കുവാൻ വിസമ്മതിച്ചതിൽ നിന്ന് തമിഴ്നാട്ടിലെ കോൺഗ്രസ് ഘടകത്തിനുള്ളിൽ അസ്വാരസ്യങ്ങൾ പുകയുന്നത് എങ്ങനെ മനസ്സിലാക്കാം? തമിഴ്നാട്ടിലെ കോൺഗ്രസിൻ്റെ ഉള്ളിലല്ല അസ്വാരസ്യങ്ങൾ പുകയുന്നത്. തമിഴ്നാട്ടിലെ കോൺഗ്രസ് ഘടകവും കേന്ദ്രത്തിലെ കോൺഗ്രസ് ഘടകവും തമ്മിലുള്ള ബന്ധത്തിലാണ് അസ്വാരസ്യങ്ങൾ പുകയുന്നത്. തമിഴ്നാട്ടിൽ മാണിക്യം ഠാക്കൂറിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വിജയുമായൊരു സഖ്യമുണ്ടാക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോഴും അവർ വിശ്വസിക്കുന്നത് അത്തരത്തിൽ അവർ പറഞ്ഞതുപോലെ, അവരാഗ്രഹിച്ചതുപോലെ തമിഴക വെട്രിക്കഴകവുമായൊരു സഖ്യം തിരഞ്ഞെടുപ്പിന് മുൻപേ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് വിജയിക്കും അതിന് താല്പര്യമുണ്ടായിരുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അത്തരത്തിലൊരു സഖ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴുള്ള 5 MLA-മാർക്ക് പകരം 15 MLA-മാരെങ്കിലും അവർക്കുണ്ടായേനെ. ആ അത്തരത്തിലൊരു അവസരം കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം നഷ്ടപ്പെടുത്തി സ്റ്റാലിനോടുള്ള വിധേയത്വം കാരണം. എന്നിട്ട് വിജയ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി വിജയുടെ തമിഴക വെട്രിക്കഴകം ഉയർന്നു വന്നപ്പോൾ ഇവരുടെ ആഗ്രഹപ്രകാരം സ്റ്റാലിനെ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ ഉപേക്ഷിച്ച് പോന്നോളുവാനും കേന്ദ്ര ഹൈക്കമാൻഡ് പറഞ്ഞു. കേന്ദ്ര നേതൃത്വം അവർക്ക് അനുവാദം നൽകി. എന്നിരുന്നാൽ പോലും ഇപ്പോഴും സ്റ്റാലിനോടൊരു മമത അവർ സൂക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സ്റ്റാലിൻ്റെ സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള ദ്രാവിഡ മുന്നേറ്റ കഴകം ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിട്ട് പണ്ട് ബിജു പട്നായിക്കിൻ്റെ പാർട്ടി BJP-യെ, അല്ലെങ്കിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടി BJP-യെ ഒരു തന്ത്രപരമായൊരു പിന്തുണ നൽകുമല്ലോ. BJP-യുടെ സഖ്യകക്ഷിയല്ല, പക്ഷേ വേണ്ട അവസരങ്ങളിൽ ഒന്നെങ്കിൽ സഭയിലെത്താതെയോ അല്ലെങ്കിൽ അവർ പിന്തുണ നൽകിയോ ബില്ലുകൾ പാസ്സാക്കുന്നൊരു നയം സ്വീകരിച്ചിരുന്നല്ലോ. അത്തരത്തിലൊരു രീതിയിലേക്ക് DMK പോകുന്നതിനോട് കോൺഗ്രസ് ഹൈക്കമാൻഡിന് താല്പര്യമില്ല. പക്ഷേ DMK-യുമായിട്ട് ഇനിയൊരു സഖ്യത്തിന് തമിഴ്നാട് കോൺഗ്രസ് ഘടകത്തിനും താല്പര്യമില്ല. അത്തരത്തിലുള്ളൊരു ഫ്രിക്ഷൻ, ഒരു ഉരസൽ തമിഴ്നാട് ഘടകവും കേന്ദ്ര ഘടകവും തമ്മിൽ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ഉരസലിൻ്റെ ഒരു പ്രതിഫലനമാണ് വിജയ് കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വത്തെ, അതിൽ തന്നെ പ്രധാനമായി സോണിയാഗാന്ധിയെ, രാഹുൽ ഗാന്ധിയെ, കാരണം രാജ്ഞിയെയും ഈ യുവരാജാവിനെയും കണ്ട് വണങ്ങാതെ സഖ്യകക്ഷികൾക്ക് മുന്നോട്ടൊരു ഭാവിയില്ല എന്നുള്ളതാണല്ലോ കോൺഗ്രസിൻ്റെ ഒരു രീതി. അത്തരത്തിൽ കാര്യങ്ങൾ നിലനിൽക്കെ തന്നെ അവരെ അവഗണിച്ചതിൻ്റെ പ്രധാന കാരണം തമിഴ്നാട് ഘടകത്തോടൊപ്പം നിൽക്കുന്നതാണ് വിജയെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും അഭികാമ്യമായ ഒരു രാഷ്ട്രീയ ചുവടുവെപ്പ്. കാരണം ദേശീയ തലത്തിൽ ഇപ്പോൾ തൽക്കാലം ഇനി അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നതുവരെ വിജയ്ക്ക് താല്പര്യങ്ങളൊന്നുമില്ല. തമിഴ്നാട്ടിൽ ഇനി 6 മാസങ്ങൾക്കുള്ളിൽ ഒരുപക്ഷെ
ഭൂരിപക്ഷം തെളിയിക്കേണ്ട ഒരു അവസ്ഥ വീണ്ടും വന്നാൽ, കാരണം ഇപ്പോൾ ഭൂരിപക്ഷം തെളിയിച്ചിരിക്കുന്നതിനാൽ ഇനി 6 മാസങ്ങൾക്ക് ശേഷമേ അടുത്ത അവിശ്വാസ പ്രമേയം കൊണ്ടുവരണമെങ്കിലും ആർക്കെങ്കിലും അതിനുള്ള അനുവാദമുള്ളൂ നിയമപരമായി തന്നെ. അത്തരത്തിലുള്ളൊരവസ്ഥയിൽ കോൺഗ്രസിൻ്റെ ഈ 5 MLA മാർ തന്നോടൊപ്പം നിൽക്കുക എന്നുള്ളത് വിജയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമേറിയൊരു രാഷ്ട്രീയ ആവശ്യമാണ്. അതിൽ തന്നെ വിജയ് ഏറ്റവും താല്പര്യപ്പെടുന്നത് ഈ കോൺഗ്രസിലെ 5 MLA മാരും കോൺഗ്രസ് എന്നുള്ള പാർട്ടി വിട്ട് തമിഴക വെട്രിക്കഴകത്തിൽ ഔദ്യോഗികമായി ചേരുക എന്നുള്ളതാണ്. ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വിട്ടുപോകുവാൻ സാധിക്കില്ല. കുറുമാറ്റ നിയമം അവരെ സംബന്ധിച്ച് ബാധകമാകും. അതോടുകൂടി വിജയ്ക്ക് ഇപ്പോഴുള്ള 107 എന്നുള്ളത് 108, ഇപ്പോൾ തൃച്ചി സീറ്റും കൂടി ജയിച്ചു കഴിഞ്ഞാൽ 108 എന്നുള്ളത്, അല്ലെങ്കിൽ 107, അവിടെ പരാജയപ്പെട്ടാൽ 107, 108 ആണെങ്കിൽ 113 ആകും, 107 ആണെങ്കിൽ 112 ആകും തമിഴക വെട്രിക്കഴകത്തിൻ്റെ അംഗസംഖ്യ. പിന്നെ 6 MLA മാരുടെ പിന്തുണ കൂടി മതി. അത് നമ്മുടെ വിടുതലൈ ചിരുത്തകളും തിരുമാവളവൻ്റെ പാർട്ടിയും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം കൂടി ചേർന്ന് അത് ഒപ്പിക്കാം. അല്ലെങ്കിൽ തന്നെ DMK-യിൽ നിന്ന് വിട്ടുവരുവാൻ തയ്യാറായിരിക്കുന്നവർ, നിയമപരമായി അവർ അയോഗ്യരാക്കപ്പെട്ടില്ലെങ്കിൽ ഒരുപക്ഷെ അവരും തമിഴക വെട്രിക്കഴകത്തിൽ ചേർന്നേക്കാം. അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായും ഭൂരിപക്ഷമുള്ളൊരു കക്ഷിയായി തമിഴക വെട്രിക്കഴകം മാറും. അതിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുവാൻ വിജയ് താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പ്രാദേശിക ഒരു തമിഴ്നാടിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ, ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിലല്ല, അത്തരത്തിലൊരു വീക്ഷണകോണിലല്ല, തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ വീക്ഷണകോണിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തെ നോക്കിയാൽ കോൺഗ്രസ് തമിഴക വെട്രിക്കഴകത്തെ സംബന്ധിച്ചിടത്തോളം അവരെക്കാൾ ചെറിയൊരു പ്രാദേശിക പാർട്ടിയാണ് തമിഴ്നാടിനുള്ളിൽ. അത്തരത്തിലുള്ള പ്രാദേശിക പാർട്ടിയെ പിളർത്തി, അല്ലെങ്കിൽ പൂർണ്ണമായും തന്നെ അവരുടെ 5 MLA-മാരെ ഇങ്ങ് ഒരു ആവാഹിച്ചെടുത്ത് വിഴുങ്ങി DMK-യിൽ നിന്ന് വരുന്ന MLA-മാരെയും ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമായൊരു ഭൂരിപക്ഷത്തിലെത്തുവാൻ വിജയ്ക്ക് സാധിച്ചാൽ, പിന്നീട് വിജയ്ക്ക് വിടുതലൈ ചിരുത്തകളുടെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയോ ഒരു ദയാദാക്ഷിണ്യങ്ങളില്ലാതെ തന്നെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിൽ തന്നെ ഒരു വിജയോട് അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്ന, രഹസ്യമായിട്ടാണെങ്കിലും പറയുന്നത്, ഈ മതവാദ രാഷ്ട്രീയ കക്ഷികളോടൊന്നും കൂട്ടുകൂടുന്നതിൽ തമിഴക വെട്രിക്കഴകത്തിന് താല്പര്യമില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ എതിരാളികൾ ചോദിക്കുന്നത്, അപ്പോൾ IUML പേരിൽ തന്നെ മുസ്ലിം ലീഗോ എന്നുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു സാഹചര്യങ്ങളും ഒഴിവാക്കുവാനുള്ള താല്പര്യം വിജയ്ക്കുണ്ട് എന്ന് അദ്ദേഹത്തോട് അടുത്ത ചില വൃത്തങ്ങൾ പറയുന്നു. ഉറപ്പില്ല, കാരണം അത്തരത്തിലൊരു നീക്കം അദ്ദേഹം നടത്തുവാൻ സാധ്യതയില്ല. കാരണം ഈ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ ഒരു പിന്തുണ എപ്പോഴും എല്ലാ കാലത്തും തെക്കേ ഇന്ത്യയിലുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ എണ്ണത്തിൽ കുറവാണെങ്കിൽ പോലും, ശതമാനക്കണക്കിൽ കുറവാണെങ്കിൽ പോലും അതൊരു സംഘടിതമായ വോട്ട് ബാങ്കാണ്. അതുകൊണ്ട് തന്നെ IUML-നെ തൽക്കാലം ഒഴിവാക്കുന്ന ഒരു നീക്കം വിജയ് നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്നാലും ഇത്തരത്തിലുള്ള ഒരു അഭ്യൂഹങ്ങൾ, കിംവദന്തികൾ പരക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഇത് കിംവദന്തികളല്ല, ഏറെക്കുറെ സാധൂകരിക്കപ്പെട്ട വസ്തുതകൾ തന്നെയാണ്, സ്ഥിരീകരിക്കപ്പെട്ട വസ്തുതകൾ തന്നെയാണ്. എന്തായാലും വിജയ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കാണാതെ ഡൽഹിയിൽ നിന്നും മടങ്ങിയത് വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. ഇതിൻ്റെ അനന്തരഫലങ്ങൾ, അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത ചുവടുവെപ്പ്, ഇത് സംബന്ധമായിട്ടുള്ള അടുത്ത ചുവടുവെപ്പ് എന്തായിരിക്കുമെന്നുള്ളത് ഏതാണ്ട് ഒരു 2 ആഴ്ചകൾക്കുള്ളിൽ പൂർണ്ണമായും വ്യക്തമാകുമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. അടിസ്ഥാനപരമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ എന്താണെന്നുള്ളത് തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. കാരണം ഈ ഒരു അടിസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ഒരു മര്യാദ ഇതിൽ പാലിക്കപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ പാലിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതെല്ലാം സംവാദങ്ങൾക്ക് വിധേയമാകേണ്ട വിഷയങ്ങളാണ്. കാരണം പ്രായോഗിക രാഷ്ട്രീയവും ഒരു മര്യാദാപൂർവമായിട്ടുള്ള രാഷ്ട്രീയവും രണ്ടും പലപ്പോഴും 2 തട്ടിൽ നിൽക്കുന്നവയാണ്. പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഒരു സാമാന്യ മര്യാദകൾ പലപ്പോഴും പാലിക്കുക എന്നുള്ളത് അസാധ്യമാണ്. അതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളുമായി കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.